കുട്ടികളൊക്കെ സ്കൂളിൽ പോകാനുള്ള എല്ലാ അമ്മമാർക്കും രാവിലെ എണീറ്റാൽ പിന്നെ ഇന്ന് എന്ത് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടും എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും അല്ലേ. അത് ഒരു കൂട്ടാനുണ്ടാക്കണം, ചോറുണ്ടാക്കണം, അങ്ങനെ 2-3 വിധമൊക്കെ ഉണ്ടാക്കേണ്ടി വരും. 2-3 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും പല പല ഇഷ്ടങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ഒരു ചോറിലേക്ക് കറിയൊന്നും വേണ്ട, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. എന്നാൽ എല്ലാ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റൈസാണ് കേട്ടോ ഇത്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്കോ അല്ലെങ്കിൽ വലിയവർക്കാണെന്നുണ്ടെങ്കിൽ ഓഫീസിലേക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയിട്ടുള്ള ഐറ്റാണ്. അപ്പോൾ നമുക്ക് ഇത് റെഡി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ഞാൻ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ഞാനിവിടെ ബട്ടറും ഓയിലും കൂടെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓയിലിൽ മാത്രമാണെന്നുണ്ടെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ബട്ടറിൽ മാത്രമാണെന്നുണ്ടെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബട്ടറൊക്കെ ഉരുകി ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് വെളുത്തുള്ളി, ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതേപോലെ തന്നെ 1 ടീസ്പൂണ് ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ പിസയിലൊക്കെ ഇടുന്ന ഒറിഗാനോ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ചൂടായിട്ടുള്ള ഓയിലിട്ടിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുക്കണം. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു ഗാർലിക്കും അതുപോലെ ഒറിഗാനോയും കൂടെ മൂത്ത് വരുന്ന ആ ഒരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ റൈസിന് ഉണ്ടാവുന്നത്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടും നമുക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് അതിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ബീൻസ് ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബീൻസ് ഇല്ലാത്തത് കൊണ്ട് അതിന് പകരം പയറാണ് കേട്ടോ എടുത്തിട്ട്, അത് ഏതായാലും മതി. അപ്പോൾ പയറും ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ക്യാരറ്റിൻ്റെയും പയറിൻ്റെയും ആ ഒരു പച്ച ടേസ്റ്റ്, ആ ഒരു പച്ച കടിയൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം ഇതെല്ലാം ഇതുപോലൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് 2 കോഴിമുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഈ ഒരു മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നിച്ചങ്ങ് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ചിക്കൻ പൊരിച്ച് വെച്ചത് ഉണ്ടായിരുന്നു കേട്ടോ. ബോൺലെസ് പീസുകളാണ്, കുഞ്ഞു പീസാക്കിയിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ തേച്ചിട്ട് പൊരിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 2 ടീസ്പൂണ് സോയാ സോസും 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സോസൊക്കെ നമ്മൾ എത്രയാണോ റൈസ് എടുക്കുന്നത് അതിലേക്ക് എത്ര ഫ്ലേവർ വേണം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾസും എഗ്ഗും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആ ഒരു റൈസിൻ്റെ അളവിലേക്ക് അനുസരിച്ചിട്ടുള്ളത് എടുക്കാം. അപ്പോൾ സോസ് എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള ബസ്മതി റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ നമുക്ക് സോസിൻ്റെ എന്തെങ്കിലും ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ വെജിറ്റബിൾസും ആ ഒരു ചിക്കനും എഗ്ഗും സോസും എല്ലാം കൂടി റൈസും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞ് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കാം. ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു ഫ്ലേവറിലുള്ള ചോറ് റെഡിയാക്കി നോക്കിക്കോളൂ. അടിപൊളി ടേസ്റ്റാണ്. ആ ഒരു ബട്ടറിൽ വെളുത്തുള്ളിയും അതുപോലെ ഒറിഗാനോയും കൂടെ മൂത്ത് വരുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റാണ്, ആ ഒരു ഫ്ലേവറാണ് നമ്മുടെ ഈ ഒരു റൈസിന് കിട്ടുന്നത്. നിങ്ങൾക്കത് കാണുമ്പോൾ ഫ്രൈഡ് റൈസ് പോലെയൊക്കെ തോന്നുമെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലോ അല്ലെങ്കിൽ വലിയവർക്ക് ഓഫീസിലൊക്കെ കൊടുത്തിടാൻ പറ്റിയിട്ടുള്ള റൈസാണ്. വേറെ ഒരു കൂട്ടാനും ഇതിൻ്റെ കൂടെ വേണ്ട, ഇത് മാത്രം മതി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.